ശിവകാമിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കൊന്ത ഇവരുടേതാണെന്നല്ലേ പറഞ്ഞത്? ചേട്ടത്തി, ചേട്ടത്തി ഒന്ന് നിന്നേ. നീ ഇതുവരെ എന്നെ പറയുന്നു പോയില്ലടാ. നിനക്ക് എന്താണ് വേണ്ടത് പട്ടി? ഒരു സത്യം അറിയാനാ. തെറി പറയരുത്. ചേട്ടത്തിട്ട് ഒരു കൊന്ത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കൊന്തയോ? എന്റെ കൊന്ത എന്റെ കഴുത്തിലുണ്ടല്ലോ. അന്ന് സ്വാമിയാരി മഠത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ച് ചേട്ടത്തിയുടെ കൊന്ത ഊരി വീണില്ലേ? അത് കല്യാണകൃഷ്ണന്റെ ഭാര്യ എടുത്ത് വെച്ചിട്ടുണ്ട്. ഊരി വീണതല്ല, ആ കൊന്ത ഞാൻ എന്റെ നിർമ്മല മോൾക്ക് കൊടുത്തതാ. നിർമ്മല മോളോ? ആ, അന്യജാതിക്കാരെ കൂടെ താമസമെങ്കിലും കർത്താവിനെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാ. അന്യജാതിക്കാരിയോ? ഏത് നിർമ്മല? എന്റെ മോളെ കല്യാണ കൃഷ്ണസ്വാമി മയക്കെടുത്ത് കല്യാണം കഴിച്ചതല്ലടാ. 2 ആഴ്ച കഴിഞ്ഞ് മതം മാറാന്ന് സ്വാമി സമ്മതിച്ചിട്ടാ. ആ തീരുമാനം എന്തായിന്ന് അറിയാൻ വന്നതാ ഞാൻ. ചേട്ടത്തി എന്താ ഈ പറഞ്ഞത്? കല്യാണകൃഷ്ണൻ കെട്ടിയതേ അനാഥ പെണ്ണായ ശിവകാമിയല്ലേ? അനാഥയോ? അതൊക്കെ ഉണ്ട് നിമിണ്ടായി. ചേട്ടത്തി പറ. അവള് അനാഥൊന്നല്ല, മാമംഗലം മാത്തച്ഛൻ മുതലാളിയുടെ ഒറ്റ മകളാ മേരി നിർമ്മല, കോടീശ്വരി. മണിയാ, അവനെന്നെ പറ്റിച്ചു. കൂടെ നടന്ന എന്നെയും ലേശം പറ്റിച്ചു. സ്വാമി മതം മാറിയില്ലെങ്കിൽ മാത്തച്ഛൻ മുതലാളി 2നെയും വെടിവെച്ചു കൊല്ലും. ആ, അങ്ങനെ വരട്ടെ. നമുക്ക് മഠത്തിലേക്ക് പോവാ. ചേട്ടത്തി വാ. നിക്കണോടെ. എടാ, അവിടെ ആർക്കണ്ട പകർച്ചവ്യാധി ഉള്ളത്? പകർച്ചവ്യാധിയോ? ആ, ഞാൻ ഫോൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വരണ്ട, അവിടെ ഒരു മന്ദബുദ്ധിക്കാരനുണ്ട്. എന്താ അവന്റെ പേര്? ആ, അനന്തസ്വാമി. ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കാണെന്ന്. എനിക്ക് ഈ അസുഖം 5-8 പ്രാവശ്യം വന്നോണ്ട് പേടിയേ ഇല്ല. അവനും ശിവകാമിയും വരുന്നുണ്ട്. ശിവകാമി, മേരി നിർമ്മലാമ്പാൾ. അവരെന്താ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇങ്ങോട്ട് വരാൻ. ഇന്ന് ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. ഇതിന്റെ ഇടയിൽ വെച്ചാ. എന്റെ മോളെ, നിനക്ക് അസുഖമൊന്നും പിടിച്ചില്ലല്ലോ? വിവരം കേട്ടത് മുതൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. ചേട്ടത്തി എന്ത് പണിയായി കാണിച്ചത്? ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? ഞാൻ ഇവിടെ തീ തിന്നാ കഴിയുന്നത്. ചേട്ടന്റെ ലീവ് തീർന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈശോയെ വിചാരിച്ച് ചേട്ടത്തി ഇങ്ങോട്ട് വരരുത്. വരാതിരിക്കാൻ പറ്റുമോ? അമേരിക്കയിൽ നിന്ന് മോളിലെ അപ്പച്ചൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ എന്റെ കയ്യും കാലും മറിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് അസുഖം? ആരാണ് മഠത്തിൽ മന്ദബുദ്ധി? ഇപ്പൊ മനസ്സിലായടാ ബുദ്ധിമാന്ദ്യം ആർക്കാണെന്ന്. ആരാടെ ചേർത്തി? ഇവർക്ക് നിന്റെ ഭാര്യയ്ക്ക് തമ്മിലുള്ള ബന്ധം എന്താണടാ? അയ്യേ, ഇവര് ശിവകാമിയുടെ ഊരുമഠത്തിനടുത്തുള്ള ചേട്ടത്തിയാ, വെറും നെയ്ബർ. പറ്റിച്ചു, പറ്റിച്ചു. സ്വാമി എന്നെ പറ്റിച്ചു. അനാഥയാണെന്ന് പറഞ്ഞ സ്വാമി ആസാമിയാണല്ലോ. വേണ്ട വേണ്ട വേണ്ട, വീടെടുത്ത് കന്നുരുളണ്ട. ഊരുമഠത്തിലെ ശിവകാമിയുടെ അപ്പ മാമംഗലം മാത്തച്ഛൻ എപ്പടി ആകുമടാ? ചൊല്ലടാ. ഇവൾ മാത്തച്ഛൻ ജാര സന്തതിയാ. എടാ, മത്സ്യമാംസാദികൾ തിന്നുന്ന ഒരു അന്യമതക്കാരി പെണ്ണിനെ തിരുമണം ചെയ്ത് ഇത്രയും കാലം നീ എല്ലാരും പറ്റിച്ചു. ഇപ്പൊ ഞാൻ മടത്തി പോയി പറയും. അനന്തണ്ണ, അണ്ണാ നീ சொன்னതല്ല ഉന്മതാൻ. എനിക്കൊരു തപ്പ് പറ്റിയാச்சு. ഞാൻ കാല് പിടിക്കാം, ഞങ്ങളെ കാപ്പാത്തണം. വേണ്ട, ഞാൻ ശുദ്ധ ബ്രാഹ്മണനാ. മടം മുടിഞ്ഞു പോണ വേലയൊന്നും ഞാൻ ചെയ്യമാട്ടെ. മണിയാ, നീയെങ്കിലും ഒന്ന് പറയടാ. മണി എനിക്കിലുങ്ങൂല. അനാഥ ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന എന്നെയും പറ്റിച്ചില്ലേ സ്വാമി? ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴി ഞങ്ങൾക്കില്ല. അനന്ത, ഒന്നിങ്ങി വന്നൊരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ കാല് പിടിച്ച സ്ഥിതിക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. സ്വന്തം അനിയനല്ലേ? അനിയനായാലും അച്ഛനായാലും ഞാൻ തയ്യാറാകാൻ മാട്ടെ. നീ കൂടുതൽ ഷൈൻ ചെയ്യണ്ട. ബാലുശ്ശേരി ബഷീറിന് അകത്തേക്ക് താമസിപ്പിച്ചിട്ടില്ലേ? ആദ്യം അയാളെ ഇറക്കി വിടാൻ നോക്ക്. സ്വന്തം ഭാര്യ വലിച്ചു ഊറ്റിട്ട് മറ്റുള്ളവർക്ക് കയറ്റാൻ നോക്ക്. ഇപ്പൊ എത്ര രൂപ ചോദിച്ചാലും കല്യാണകൃഷ്ണൻ തരും. ഈ അവസരം ഉപയോഗിച്ച് ആ മൗനി ബാബയെ പറഞ്ഞുവിടാൻ നോക്ക്. നല്ല ഐഡിയ. നിനക്ക് ബുദ്ധിയുണ്ട്. ഞാൻ പിന്നെ ഉന്ന മാതിരിയാ കാളുതേ. അതെ, ഈ വിഷയം അനന്തസ്വാമി ആരോടും പറയില്ല. പക്ഷേ സ്വാമി കുറച്ച് രൂപ കൊടുത്ത് അനന്തനെ സഹായിക്കണം. അത്രേ ഉള്ളൂ. എത്ര വേണമെങ്കിലും ചോദിച്ചോ. 50 100 പോരെ? ചോദിച്ചോ. 200 ചോദിച്ചോ. 200. അയ്യേ, മുങ്ങിച്ചാകാൻ പോകുമ്പോഴും സ്വാമി ആ പാരമ്പര്യ നക്കിത്തരം വിടരുത്. ഇവനൊരു 10,000 രൂപ വേണം, എങ്കിലേ ഞങ്ങൾ ഒതുങ്ങൂ. 10,000 രൂപയോ? ഇതെന്തിനാ? കയ്യിൽ ആകപ്പാടെ 2,000 രൂപയല്ലേ ഉള്ളൂ. 10,000 രൂപ കൊടുക്കണ്ടേ? ഇത് കൊണ്ടുപോയി വിറ്റോ പണയം വെച്ചോ അനന്തേട്ടന് രൂപ കൊടുത്തേക്ക്. അത് വേണ്ട. ഭാര്യമാരുടെ ആഭരണം വിറ്റ് പുട്ടടിക്കുന്ന ഭർത്താക്കന്മാരുടെ ലിസ്റ്റിലേക്ക് ഞാനില്ല. കുടുംബമാകുമ്പോ വിൽക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ലീവ് കഴിഞ്ഞു പോകുന്നവരെങ്കിലും മനസമാധാനത്തോടെ ഇവിടെ കഴിയാം. പൊന്നും പണമൊക്കെ ഇനിയും ഉണ്ടാക്കാം. വേണ്ട നിർമ്മല, പ്രശ്നം തീരട്ടെ പ്ലീസ്.
അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ്. നീ എന്താണ് വായ കുന്തം മുണിയ മാതിരി ഇങ്ങനെ നിക്കണേ? ഇക്കണക്കിന് പോയാ താൻ ഇതിന്റെ അകത്തൊരു പള്ളികൂടി പണിയുമല്ല. അതിനിപ്പോ നമ്മൾ ചന്ദ്രനിൽ പോയാലും നമ്മൾ നിസ്കാരം മുടക്കൂല. അല്ല അത് പോട്ടെ, നമ്മളെ പൈസ തരുന്ന കാര്യം എന്തായി? കല്യാണ കൃഷ്ണ വെട്ടിലാക്കി പണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശരിയാക്കി തരാടാ. പിന്നെ ഒരു കാര്യം, കാശ് കിട്ടിയാൽ ആ നിമിഷം താൻ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. അല്ല പിന്നെ ആ താടിമൂടിയും പണ്ടാറും വലിച്ചു കയറ്റണ്ടല്ലോ, രക്ഷപ്പെട്ട്. അല്ല നമ്മൾ മറ്റേത് കൊണ്ടുവന്നോ? മറ്റേതോ? അല്ല അത് മറന്നോ? ബിരിയാണി ഇഷ്ടാ? അപ്പൊ അന്ന് ബിരിയാണി ചോദിച്ച ഇയാൾക്ക് വേണ്ടിയാണല്ലേ? വല്ലാഹി ഇന്ന് നേരം വെളുത്ത ഒരു തുള്ളി വെള്ളം കൂടി കുടിച്ചില്ല. പട്ടിണിക്കിട്ട് കൊല്ലാനാണ് എന്റെ പ്ലാന്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണികളും. കിടന്ന് ബഹളം വെക്കല്ലേ. കല്യാണ കൃഷ്ണൻ ഇപ്പൊ പണവുമായി എത്തും. എന്നിട്ട് പോണ വഴി കോഴി ബിരിയാണിയോ നെയ്ച്ചോറോ എന്ത് വേണമെങ്കിലും വാങ്ങി കഴിച്ചോ. ഒച്ച വെച്ച ആളെ കൂട്ടി എന്നെ നാറ്റിക്കല്ലേ. ഇനി ഒന്നും ചാപ്പിടേണ്ടി വരില്ല എന്റെ അനന്തരാമ. എടാ നീ എന്നെ ഏമാത്തി ദുട്ട് ശരിയാക്കിയല്ലേ? ആരാടാ ഇയാള്? താൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറഞ്ഞുതരാ. താൻ എന്തിനീ മഠത്തിൽ കള്ളവേഷം കെട്ടിക്കേറി? എനിക്കതറിയണം. നമ്മൾ ബാലുശ്ശേരി ബഷീർ, നിങ്ങൾ അമ്പലപ്പറമ്പിൽ നിൽക്കണേ ആഞ്ഞലി മരം കാണിച്ചിട്ട് ഈ നിൽക്കണ കള്ളപ്പഹൻ എന്നോട് ₹10,000 എണ്ണി വാങ്ങി. അവസാനം മരവുമില്ല പണവുമില്ല. കുറെ അതിനട്ട് വട്ടം കറക്കണ്. അപ്പടിയാ இந்த ஆளு சொன்னது சரியாடா? சரிதா. அப்படி ஒரு தப்பு பற்றியாச்சு. நீ என்ன காப்பாத்தணும். இந்த விஷயம் யாரும் அறியாது. பணம் கொடுத்து இയാളെ பேக் பண்ணணும் ப்ளீஸ் டா. ഗുരുവായൂരപ്പാ ரொம்ப ரொம்ப താങ്ക്സ്. പഴനി ആണ്ടവനെ. ഏതായാലും നീ ഞാനും വെട്ടിലായി. ഇനി രണ്ടുപേരും ഒന്നാ എസ്കേപ്പ് പണിയാ പോതും. തൽക്കാലം മൗനി ബാബ മൗനം പാലിച്ച് ഇവിടെ തന്നെ പടുക്കട്ടും. അനന്തരാമ അണ്ണാ, ഇന്നേലിരുന്ന് ഉൻ ഫ്രണ്ട് ബഷീർക്കും എൻ പൊണ്ടാട്ടി മേരി നിർമ്മലാവുക്കും ഇറച്ചി മീനും വാങ്ങിക്കൊടുക്കേണ്ട പൊരുപ്പ് ഉനക്കേതാൻ. പോയി എന്താന്ന് വെച്ചാ വാങ്ങിക്കൊടു. இந்த ஆளை போல சீப் அல்ல நிர்மலா. சிக்கம் பத்தாது. அவளு வந்து பெரிய ஃபேமிலிடா. அதுக்கு பீஃப் ஃப்ரை தான் வேணும். ആണ്ടവാ. ഇനി ആണ്ടവാന്ന് വിളിച്ചിക്കാതെ പടച്ചോനോർത്ത് നീ പോയി വാങ്ങിട്ട് വാ. വിശക്കണ് ചെല്. ഇരട്ടി ജോലിയായി. അയ്യോ ശംഭോ മഹാദേവ, ഗിരിജാവല്ലഭ, ലക്ഷ്മീനാരായണ, സീതാരാമ, மீன் முள்ளு கோழிக்காலு. கோழிக்காலின்னு எப்படா தெரியும்? கோழிக்கு கால் இருக்குமா? அதான். யாரு மாமி இங்க தூக்கி போட்டது? ஐயோ எனக்கு எப்படி தெரியும்? ഒന്നുകിൽ അനന്തരാമൻ അല്ലെങ്കിൽ കല്യാണകൃഷ്ണൻ. രണ്ടിലൊന്നിന്റെ പൂണൂൽ ഇന്ന് പൊട്ടും. എന്താ പ്രകൃതി ഭംഗി ആസ്വദിക്കാണോ? എനിക്കൊരു അബദ്ധം പറ്റി. എന്തബദ്ധം? ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ഇറച്ചിയും മീന്റെ എല്ലും മുള്ളും ഓർക്കാതെ ഞാൻ ജനലിൽ കൂടെ പുറത്തേക്കിട്ടു. അതിനെന്താ? അതമ്മ കണ്ടു. എന്റെ അമ്മ ചതിച്ചോ? ഇതെല്ലാം ഇങ്ങനെ ആരും സാപ്പിടുന്നു. എന്നമ്മ കാലത്ത് ഒരു പൂച്ച എന്തോ കടിച്ചു പിടിച്ച് മതില് ചാടി വരണുണ്ടു. അതായിരിക്കും. പൂച്ചയൊന്നുമല്ല, പൂച്ചയുടെ മുഴുവനും കഴിക്കില്ലേ? ആ സമയത്ത് പൂച്ചയ്ക്ക് വിശപ്പില്ലായിരുന്നെങ്കിലോ? മണിയാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഓ പൂച്ച, ചക്കിപ്പൂച്ച. ഏയ് കാക്കയും പൂച്ച ഒന്നല്ല. ഇത് ആരാ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാട്ടി. ആരടി പറയടേ? നമ്മുടെ അനന്തണ്ണൻ. അല്ലാതാരാ? പോയി 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 ചോറുന്നു മാമി, അവൻ സാപ്പിടാതെ. ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോ ഇറച്ചി മീൻ വിൽക്കുന്ന ഹോട്ടലിലേക്ക് അനന്തണ്ണൻ കേറി പോണത് കണ്ടിട്ടുണ്ട്. കുട്ടിയിട്ട പൂച്ചയെ പോലെ ഏണ്ടാ அப்படி നടക്കറേ? அவசகனம் பிடிச்ச முண்டம். என்ன அண்ணா? എത്ര നാളായടാ
നീ മത്സ്യമാംസാദികൾ ചാപ്പിടാൻ തുടങ്ങിയിട്ട്? ഉന്നെ ഞാൻ അരിഞ്ഞിടും മഹാഭാവി. അയ്യോ അമ്മ, അതൊന്നും ഞാൻ കഴിക്കില്ല അമ്മ. അമ്മക്ക് എന്നെ വിശ്വസിക്കാം. இங்க எல்லாருக்கும் ஒரு சந்தேகம். பாவம் மாமி, அவனுக்கு ஒன்றும் தெரியாது. பெரிய தாடி இருந்தா கூட குழந்தை மனசு. சுமாரா என்னடா அது ஒரு கெட்ட மனம் வருதே. എന്താണ് പൊതിയില്? സ്വാമിജിക്ക് വേണ്ടി പച്ചമരുന്നുകളായിരിക്കും. പച്ചമരുന്നൊക്കെ എവിടെ ചിക്കൻ സ്മെല് വരും? കുഴഞ്ഞോ? കഴിഞ്ഞത് തന്നെ. എന്താ ഇത് മത്സ്യമാംസാദികളോ? ശംഭോ മഹാദേവ, പാപം, മഹാപാപം, ബ്രഹ്മശാപം. ഉടലോടെ സ്വർഗത്ത് പോകാനിരിക്കുന്ന സ്വാമിയുടെ ദേഹത്ത് മത്സ്യമാംസാദികളോ? ഓ, കേട്ടടാ അവൻ പറഞ്ഞത്. അനന്തരാമ ഓടി രക്ഷപ്പെട്ടോ? അതൊക്കെ സാധാരണ കിട്ടാറുള്ളതാ. ഒന്ന് പിടിച്ചു മാറ്റുന്നേ. ഇപ്പൊ ഇടപെട്ടാൽ കുളമാകും. മുങ്ങിക്കോ. നല്ല ഒന്നാം തരം ചിക്കൻ ആയിരുന്നു. ഇനി ഞാൻ എന്ത് കഴിക്കും? സാമ്പാർ സാദം, തൈര് സാദം, കാരക്കുളം. പൊടിഞ്ഞെടുക്കടേ സ്വാമി. എനിക്ക് വേണ്ടത് മുഴുവൻ മണ്ണ. വേറെ മേടിച്ചതാ. മണ്ണില് വീണാലും ചാണകത്തിൽ വീണാലും ഇനി വേറെ കാശില്ല. കൊട്ടുപോയി ഞണ്ണ്. അവന് മർമാണി തൈലം വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. ചന്തം നോക്കി നിൽക്കാതെ കൊണ്ടുപോയി കഴുകി തിന്നു. അങ്ങണ്ട പതുക്കെ. നിന്റെ ശരീരം എണ്ണ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒഴിക്കും തോറും കുടിക്കുന്നു. പണ്ട് ഞാൻ പാലില് മണ്ണര ഇട്ടതിന് പോലീസുകാര് പിടിച്ചോണ്ട് പോയി ഇടിച്ചപ്പം ആശാനെന്നെ ഇങ്ങനെയാണ് തടവിയത്. ബഷീർക്ക, ഇവന്റെ മർമ്മം കാണുന്നില്ലല്ലോ. നല്ലോ തപ്പി നോക്ക്. കഴുതകൾക്ക് ചിലപ്പോ മർമ്മം കാണൂല. അയ്യോ, പതുക്കെ 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 പതുക്കെ. ആരാ മുഖത്ത് ചിരട്ട കമത്തിയത്? ചിരട്ട അല്ലടാ, പരട്ടെ. ഞാൻ കയറി ഇരുന്നതാ. ഇതിലൊന്നും ഇല്ലല്ലോടെ പോയി. സൂപ്പിനല്ലേ കൊള്ളാവൂ. തടിയങ്കയും കുമ്പളങ്ങയാണ് തിന്നണമെങ്കിലും സ്വാമിയുടെ ചേട്ടന്മാർക്ക് നല്ല ആരോഗ്യം. നല്ല വെങ്കല ഇടിയല്ലേ ഇടിച്ചു കളഞ്ഞത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താണിത്? ഇനി എന്റെ ഈ ശരീരം വെജിറ്റബിൾ ബിരിയാണിക്ക് പോലും കൊള്ളില്ല. നീ ബേജാറാവണ്ട. തിരുമ്പ് വലിച്ചില്ലെങ്കിൽ നമുക്ക് യൂനാനി പ്രയോഗിക്കാം. അയ്യരെ, തന്റെ ഒരു യുനാനി പോരണ്ട. യൂനാനിയും വലിച്ചില്ലെങ്കിൽ നമുക്ക് ഞവരക്കിഴിയിടാം. കൊല്ലു ഞാൻ ഞവരക്കിഴി. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അകത്ത് കയറുന്നത് മറ്റാരും കാണണ്ട. ഒരു ശുദ്ധ ബ്രാഹ്മണൻ താണ്ട നിൽക്കുന്നു. ഒന്ന് ചുമ്മാ ഇരടേ. നിന്റെ അപ്പൂപ്പന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നിനക്ക് ഈ തങ്കത്തിന്റെ നിറം കിട്ടിയത്. ബഷീർക്ക, ഇവന്റെ ശരീരം ചിക്കൻ ബിരിയാണിക്ക് പറ്റൂല, കോഴി ബിരിയാണിക്ക് പറ്റൂ.